മക്കളെ എൻ്റെ ഭർത്താവ് അടിച്ചിട്ട് എന്നെ ചവിട്ടിയിട്ട് എൻ്റെ അടി വയറ്റിൽ നോക്കിയിട്ട് ചവിട്ടി മക്കളെ. ഞാനൊരു ഗർഭിണിയല്ലേ മക്കളെ. എൻ്റെ കൈ നോക്ക് മക്കളെ, എൻ്റെ കൈ നോക്ക്. ഇതെല്ലാം ഞാൻ പൊറുക്കായിരുന്നു മക്കളെ, ഇതെല്ലാം ഞാൻ പൊറുക്കായിരുന്നു. അവൻ എൻ്റെ മുഖത്ത് നോക്കി പറയണം എൻ്റെ വയറ്റിൽ കിടക്കണ കൊച്ച അവൻ്റെതല്ലാന്ന്. ഞാൻ ഇതെങ്ങനെ സഹിക്കും മക്കളെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് മക്കളെ. എൻ്റെ കൈ നോക്ക് മക്കളെ. ഇതെല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്യും മക്കളെ. ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യവതിയായ സ്ത്രീ. ഞാൻ ഒന്നുമില്ലെങ്കിലും 4 അമ്മമാരെ കൂടെ പോയി 4 മക്കളെ ഉണ്ടാക്കിയില്ല മക്കളെ. എന്നിട്ടും അവൻ്റെ കൊച്ചല്ലേ എൻ്റെ വയറ്റിൽ കിടക്കണത്. എന്നിട്ട് അവൻ പറയല്ലേ അവൻ്റെ കൊച്ചല്ലാത്. ഇത് ഞാൻ എങ്ങനെ സഹിക്കും മക്കളെ? എൻ്റെ കൈ നോക്ക് മക്കളെ. അവനാ പിന്നെ കയറി വരണം മക്കളെ. അവള് എന്തെന്ന് നിന്റെ കൊച്ചല്ലേ എന്നാ? നിന്റെ കൊച്ചല്ലടാ ഇത്, നിന്റെ കൊച്ചല്ലടാ. എൻ്റെ വയറ്റിൽ കിടക്കണത് നിന്റെ കൊച്ചല്ലടാ മക്കളെ. അവൻ പറഞ്ഞു മക്കളെ എൻ്റെ വയറ്റിൽ കിടക്കണത് അവൻ്റെ കൊച്ചല്ലാത്. നിന്റെ കൊച്ചല്ലടാ. ഈ വീട്ടിൽ നീ കയറി പോവരുതടാ. നിന്റെ കൊച്ചല്ല, നിന്റെ ഉപ്പുപ്പാന്റെ കൊച്ചാണടാ. നിന്റെ ഉപ്പുപ്പാന്റെ കൊച്ചാണടാ ഈ എൻ്റെ വയറ്റിൽ കിടക്കണത്. നിന്റെ ഉപ്പുപ്പാന്റെ കൊച്ചാണടാ മക്കളെ. മക്കളെ എന്നെ അടിച്ചു നുറുക്കി മക്കളെ. എൻ്റെ നാവിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറയല്ലേ മക്കളെ. എൻ്റെ നാവിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറയല്ലേ മക്കളെ. നിന്റെ കൊച്ചല്ലടാ എൻ്റെ വയറ്റിൽ കിടക്കണത്. നിന്റെ കൊച്ചല്ലടാ, നിന്റെ ഉപ്പുപ്പാന്റെ കൊച്ചാണടാ മക്കളെ. എൻ്റെ കൂടെ നില്ല് മക്കളെ, എൻ്റെ കൂടെ നില്ല് മക്കളെ. ഇതെല്ലാം പോട്ട് ഇവള് പറയണുണ്ട് ഇവൾക്ക് അടി കിട്ടിയേ. ഈ നാവ് കൊണ്ട് കൈയില്ലാത്തവൻ കൈ വാങ്ങിച്ചു വെച്ചടിക്കും. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഇത്രയും ആ ചങ്ങായിനെ പറ്റിക്കേണ്ടിയില്ലായിരുന്നു. ഇത്രമേൽ ആ ചങ്ങായിനെ പറ്റിക്കേണ്ടിയില്ലായിരുന്നു. കാരണം ആ ചങ്ങായി നിനക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ത്യാഗം സഹിച്ചതെന്നുള്ളത് ആ ചങ്ങായിക്ക് അറിയാം. ഇത്രമേൽ ഇത് തന്നെയാണ് ഞങ്ങളൊക്കെ പറഞ്ഞത്. നിനക്ക് കൗതുകമാണ്, നിനക്ക് ആണുങ്ങളോട് കൗതുകമാണ്. ആണുങ്ങളെ നീ വിളിച്ച് വീട്ടിൽ കയറ്റി ആണുങ്ങളെ നീ വേണ്ട രീതിയിൽ ഉപയോഗിക്കും. എന്നിട്ട് നീ പുല്ല് പോലെ ചവിട്ടി ദൂരെ എറിയും. നിൻ്റെ നാട്ടുകാർ നിന്നെക്കുറിച്ച് പറയണത് ഇങ്ങനെ തന്നെയാണ്. ഇതിന് നിനക്ക് വളം വെച്ച് തരണത് നിൻ്റെ തന്തയും തള്ളയാണെന്ന്. അത് ഇന്നലെ ഞങ്ങൾ ലൈവിൽ കൂടി കണ്ട് മക്കളെ.